ഹരേ കൃഷ്ണ. ക്ഷേത്രങ്ങളിലും മറ്റു പൂജാതി കർമ്മങ്ങളിലും വിവിധയിനം പൂജാപുഷ്പങ്ങൾ കൊണ്ട് പൂജ നടത്തുന്നതായി നാം കണ്ടുവരുന്നുണ്ട്. ഓരോ പൂജാപുഷ്പത്തിനും അതിൻ്റെതായ ഫലങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ പൂജാപുഷ്പങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭ്യമാകുന്നു എന്നതാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചുവന്ന താമരപ്പൂ കൊണ്ട് പൂജ നടത്തിയാൽ കർമ്മരംഗങ്ങളിൽ അഭിവൃദ്ധിയും ആത്മബലവും ആയുർവർദ്ധനയും കിട്ടുമെന്നാണ് ഫലം. ചുവന്ന അരളി കൊണ്ടാണെങ്കിൽ കുടുംബത്തിന് ഐക്യവും ദുഃഖഭാര നിവാരണവും, ശംഖുപുഷ്പം കൊണ്ടാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ത്വക്ക് രോഗശാന്തി ശനിപ്രീതിയും, പാരിജാത പുഷ്പം കൊണ്ട് അർച്ചന നടത്തിയാൽ ഭാഗ്യകടാക്ഷവും മനസ്സുഖവും ലഭിക്കുന്നു. ചെമ്പരത്തി പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ ജ്ഞാനവർദ്ധനവ്, തൊഴിൽ അഭിവൃദ്ധി ലഭിക്കുന്നു. വെള്ളപ്പൂക്കൾ കൊണ്ട് പൂജ നടത്തിയാൽ മനോബലം വർദ്ധിക്കുന്നു, സാത്വിക ഗുണം കൈവരുന്നു. മഞ്ഞപ്പൂക്കൾ കൊണ്ട് പൂജ നടത്തിയാൽ ഋണനിവാരണവും വ്യാഴകടാക്ഷവും ലഭിക്കുന്നു. പച്ചപ്പൂക്കൾ കൊണ്ട് പൂജ നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണം വിവേകം വർദ്ധിക്കുന്നു, സുഖഭോഗങ്ങൾ കൈവരുന്നു, ബുധപ്രീതി ലഭിക്കുന്നു.